കോഴിക്കോട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ അക്രമം അഴിച്ചുവിട്ട CPM ക്രിമിനലുകളെ സംരക്ഷിച്ച് പോലീസ്. അതിക്രമം നടന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാണ് ആരോപണം. കേസിലെ 8 പ്രതികളും ഒളിവിലാണെന്നാണ് പോലീസിന്റെ വാദം. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ BJP പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. അനഘ, ഈ ശോഭായാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വലിയ പ്രതിഷേധം കേരളത്തിലൊട്ടാകെ ഉയരുന്ന ഘട്ടത്തിൽ ഈ ക്രിമിനലുകൾ ആരൊക്കെയാണെന്ന് അവരുടെ പേരുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവരുടെ ദൃശ്യങ്ങൾ CCTV ഫുട്ടേജുകൾ ലഭിച്ചിട്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. തീർച്ചയായും ഗൗതം, അതായത് ഇന്നലെ ഒരു ദിവസം മുൻപ് കഴിഞ്ഞ ഒരു സംഭവം, അതും ഏകപക്ഷീയമായി CPMന്റെ നേതൃത്വത്തിൽ നടന്ന ഗുണ്ടാ വിളയാട്ടമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ നടന്നത്. അതിൽ 8 പ്രതികളാണ് ഉള്ളതെന്ന് ഈ അവരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളടക്കം പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും കുറ്റ്യാടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം, കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. അതായത് ഈ സംഭവം നടന്ന ആദ്യ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിലേക്ക് CPM അതിക്രമം അഴിച്ചുവിട്ട സമയത്ത് കുഞ്ഞുകുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ദിവസം പോലീസ് പറഞ്ഞത് കൃത്യമായി നിങ്ങൾ ഈ നിമിഷം തന്നെ ഞങ്ങൾ പ്രതികളെ പിടിക്കും, അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ഒരു രാത്രി കഴിഞ്ഞു, ഒരു പകൽ കഴിഞ്ഞു, എന്നിട്ട് പോലും പോലീസിന് ഈ 8 പ്രതികളിൽ ഒരാളെ പോലും പിടിക്കാൻ കുറ്റ്യാടി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഇന്നലെ കണ്ണിൽ പൊടിയിടാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നാടകം കൂടി ഉണ്ടായിരുന്നു. ഈ പ്രതികളുടെ വീട്ടിലെത്തി തങ്ങൾ പരിശോധിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇന്നലെ പോലീസ് പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയത് ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരുന്നു. അതായത് ആ രാത്രി നടന്ന് അത് 14-ാം തീയതി വൈകുന്നേരം നടന്ന സംഭവമാണ്. അതിനുശേഷം 15-ാം തീയതി ഉച്ചവരെയുള്ള സമയം പ്രതികൾക്ക് കൃത്യമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാവകാശം പോലീസ് നൽകി. അതിനുവേണ്ടിയാണ് പോലീസ് കാത്തിരുന്നത് എന്നാണ് BJP അടക്കമുള്ള അവർ ഉന്നയിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് പ്രതികളുടെ വീടുകളിൽ പോയി പോലീസ് പരിശോധന നടത്തിയത്. എന്നിട്ട് പോലീസ് പറയുന്ന ഒരു ന്യായീകരണമുണ്ട്, പ്രതികളെല്ലാവരും ഒളിവിലാണ് എന്നാണ് പറയുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയൊക്കെയാണ് FIR ഇട്ടിരിക്കുന്നത്. പക്ഷേ FIR ഇട്ടെങ്കിലും പ്രതികളെ പിടിക്കാനോ പ്രതികൾ എവിടെയാണോ എന്ന് പോലും പോലീസിന് അറിയില്ല. അതായത് കൃത്യമായിട്ട് ഒരൊത്തുകളി പോലീസിന് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കേസിൽ പ്രതികളെ പിടിക്കാൻ നിഷ്പ്രയാസം കഴിയും, മുൻപും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ മാത്രം പോലീസ് ഒരു നിസ്സംഗ മനോഭാവം പിന്തുടരുകയാണ്, ഒരു അഴകുഴഞ്ചൻ മനോഭാവം പിന്തുടരുകയാണ്. മാത്രമല്ല, ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ഒരു ഇടപെടലാണ്, ഒരു അതിക്രമമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നിട്ട് പോലും പോലീസ് ഈ നിഷ്ക്രിയത്വം തുടരുന്നത് പിണറായി പോലീസ് ആയതുകൊണ്ടാണ് എന്നാണ് BJP ഉന്നയിക്കുന്നത്. ഇന്നലെ തന്നെ BJPയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നാമജപ ഘോഷയാത്ര അടക്കമുള്ള പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചവരെ നോക്കും. അതിനുശേഷവും പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് BJPയുടെ നീക്കം. എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെ രാമഭക്തി ഗാനം വെച്ചതിനായിരുന്നു പ്രദേശത്തെ 8ഓളം വരുന്ന CPM DYSI പ്രവർത്തകർ ആ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലേക്ക് അതിക്രമം അഴിച്ചുവിടുകയും നിശ്ചല ദൃശ്യവുമായി പോയിരുന്ന വാഹനത്തിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുകയും അടക്കം ചെയ്തിരിക്കുന്നത്. ഈ പ്രതികളായിട്ടുള്ള കൃത്യമായ പേര് വിവരങ്ങളുള്ള ഇവരെയാണ് പോലീസ് ഈ സമയമായിട്ട് പോലും ഒരാളെ പോലും കസ്റ്റഡിയിൽ എടുക്കാതിരിക്കുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗൗതം.